ജ്യൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഒരു വീഡിയോ ചെയ്യുന്ന വീട്ടിക്കകത്ത് വെച്ച് തന്നെ കൊലയുണ്ടായി. അവിടെ തന്നെ നിന്ന് ഞങ്ങൾ മൂപ്പിച്ച്, അത് വലിയ വലിപ്പമൊന്നുമില്ല, അത് നമുക്കൊന്ന് പുഴുങ്ങി കഴിക്കാം. അസുഖങ്ങളൊന്നും ഉണ്ടാകത്തില്ല ഇതുപോലെ കായൊക്കെ വേവിച്ച് തിന്നാലേ നമുക്ക്. തേങ്ങ എടുത്ത് നമുക്ക് പൊട്ടിച്ച് ചിരണ്ടി എടുക്കാവേ. ചിരണ്ടി എടുക്കാനായിട്ട് ഇത് കണ്ടില്ലേ, ഈ നാരൊക്കെ പറിച്ചിട്ട് ഞങ്ങളിങ്ങനെയാണ് തേങ്ങ എടുക്കുന്നത്. ഇതിന് പുറത്തെ നാരൊക്കെ വീഴാതിരിക്കും. ഇങ്ങനെ ചെയ്യണം, നല്ലപോലെ കഴുകിയെടുത്ത് കഴിയുന്നത് അതൊരു പ്രത്യേക. ഇപ്പം കണ്ടോ, ഒരു പൊടി പോലും വീഴുകയില്ല. ചിരട്ടയെന്നു പോയി കഴുകിയതിലെല്ലാം ഉരുളുന്ന തേങ്ങയാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ ഒന്ന് ചെയ്യുവാണെങ്കിൽ നമ്മുടെ കയ്യെ പോലും ഒരു പൊടി പറ്റുകയില്ല. നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ഈ തേങ്ങ എന്നിട്ട് കൊടുക്കുവാണേ. എന്നിട്ടാലേ 2 ജീരകം ഇട്ടിട്ടുണ്ട്, നല്ല ജീരകം 2. അപ്പോൾ 2 തവി വെള്ളം എടുത്തിട്ടുണ്ട്. അതുപോലെ ഒന്ന് അടിച്ചെടുക്കാവേ. അരിപ്പ എടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് അരിച്ചൊഴിക്കാവേ. ഇത് വേകാനുള്ള പാല് മാത്രം നമ്മൾ ആവശ്യത്തിന് എടുക്കുന്നുള്ളൂ. വെള്ളം ഒന്നും കൂടി പോകണ്ട, ഒരു പീസിൽ വന്നാലും മതി. പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. തേങ്ങ ഒരു മുറി എടുത്ത് തേങ്ങാപ്പാൽ കട്ടയ്ക്ക് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാവേ. ഉപ്പ് നമ്മൾ ആവശ്യത്തിന്, ഷുഗറുകാർക്കൊക്കെ പറ്റിയ സാധനമാണ് ഇത് കഴിക്കാൻ. അപ്പോൾ ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇച്ചിരി വെള്ളമുള്ളൂ, ഇത്രയും വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ കായം വെന്തെടുക്കാൻ മാത്രം പ്രത്യേക രുചി. ഇത് പിന്നെ തേങ്ങാപ്പാലും ഉപ്പും ഒരു 2 ജീരകവും ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കുണ്ടല്ലോ, അത് ആ തേങ്ങാപ്പാലാണേലും കുടിക്കാനായിട്ട് നല്ല രുചിയായിരിക്കുമേ. അത് ഈ തൊലിയാണേലും കഴിക്കാനും നല്ലതായിരിക്കുമേ. കറിയൊന്നും ചോദിക്കില്ല നമുക്ക്. ഇപ്പോൾ നല്ലതായിട്ട്. അപ്പോൾ നമുക്കൊന്ന് ഒരു പീസിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് നിർത്തി കൊടുക്കാവേ. അടുപ്പിലോട്ട് വയ്ക്കാം. അടുപ്പിലോട്ട് കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ടേ. നമുക്കൊരു വിസിൽ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. നമുക്കൊരു ചെറിയ ചമ്മന്തിയും കൂടി ഇട്ട് അരച്ചേക്കാൻ 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 2 കഷ്ണം ഉള്ളി എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. വേണമെന്നില്ല, എന്നാലും അരച്ചേക്കാം. ഒന്ന് ചതച്ചെടുത്തിട്ട് 2 വിസിൽ വന്നു. നമുക്കിതൊന്ന് നിർത്തി കൊടുക്കാവേ. കുറെ 2 വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാവേ. തുറന്ന് കൊടുക്കാവേ. അപ്പം എങ്ങനെ ഈ പരുവം കാണിക്കുമെന്ന് നോക്കാം. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലോട്ട് എടുക്കാവേ. ഉണ്ടോ, നല്ല ടേസ്റ്റാണ്. ഇപ്പം കണ്ടോ, നല്ല ആ തേങ്ങാപ്പാലിൻ്റെയൊക്കെ ആ മണവും ഞാൻ വന്നതുകൊണ്ട് നല്ലൊരു ഫ്ലേവറും കൂടി ഉണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. ഇപ്പം നമുക്കൊന്ന് മുളക് കൂട്ടി ഒന്ന് കഴിച്ച് നോക്കാവേ. മുളക് അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. തൊലി കൂട്ടിയാണ് കഴിക്കുന്നത്. ചൂടുണ്ട്. നല്ല രുചിയാണ്. ഈ പുറത്തെ തൊലിയും കൂടി ഉണ്ടല്ലോ, പിന്നെ നല്ല ടേസ്റ്റാണ്.
നല്ല അടിപൊളി രുചിയാണ്. ഇങ്ങനെ തേങ്ങാപ്പാൽ പിഴിഞ്ഞൊന്ന് ഒഴിച്ച് ഏത്തക്ക ഒന്ന് വേവിച്ച് നോക്കണേ, നല്ല ടേസ്റ്റാണ്. ഷുഗറുകാർക്കൊക്കെ നല്ല പറ്റിയ സാധനമാണ്. അതുകൊണ്ടാണ് ഞാൻ ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പം ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം എല്ലാവരും. നമ്മുടെ വീഡിയോ ഒന്ന് കാണണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല വീഡിയോ ഒക്കെ ഇടാം. ഇപ്പം സമയക്കുറവ് കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു. നല്ലൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ബൈ ബൈ.